റിനു ശ്രീധറിലേക്കാണ്. റിനു, ഗുഡ് മോർണിംഗ്. എന്തൊക്കെയാണ് നമ്മൾ തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകൾ, വിവരങ്ങൾ റിനു? ഗുഡ് മോർണിംഗ് ഉന്മേഷ്. എന്തായാലും SIR-മായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിലുള്ള ഒരു തീരുമാനവുമാണത്. എന്തായാലും നിലവിൽ ഉടൻ തന്നെ ഇന്നോ നാളെയോ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു നടപടിക്രമങ്ങൾ ആരംഭിക്കുമെന്നുള്ള വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. തമിഴ്നാടും അതുപോലെ തന്നെ പശ്ചിമ ബംഗാൾ അടക്കമുള്ള സംസ്ഥാനങ്ങൾ മുന്നോട്ട് പോയ അതേ തരത്തിലുള്ള ഒരു ഇടപെടലായിരിക്കും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുക എന്നുള്ളതാണ് നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം. ഈ സംസ്ഥാന സർക്കാരിന് പുറമെ സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ CPM-ഉം അതുപോലെ തന്നെ കോൺഗ്രസും കക്ഷി ചേരാനും തീരുമാനിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് VD സതീശനും MP ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സർവകക്ഷി യോഗത്തിൽ അറിയിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു വാർത്ത SIR-യുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. രണ്ടാമത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിനെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ദേവസ്വം ബോർഡ് അംഗം, അതായത് പത്മകുമാറിനൊപ്പം ദേവസ്വം ബോർഡ് അംഗമായിരുന്ന N വിജയകുമാറിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ദേവസ്വം കമ്മീഷണറായിരുന്ന N വാസുവിനെ വീണ്ടും ചോദ്യം ചെയ്യുവാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരവും ലഭിക്കുന്നുണ്ട്. സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇന്ന് ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിൻ്റെ ജാമ്യാപേക്ഷ റാന്നി കോടതി പരിഗണിക്കും എന്നുള്ളതാണ്. നിലവിൽ ഈ അന്വേഷണ സംഘത്തിൻ്റെ വാദം അല്ലെങ്കിൽ അന്വേഷണ സംഘത്തിൻ്റെ ഭാഗം എന്താണ് എന്നുള്ളത് കോടതി ഇതുവരെയും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ജാമ്യ ഹർജി ഇന്നത്തേക്ക് പരിഗണിക്കാതെ മാറ്റിവെക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും മുരാരി ബാബുവിനെ കോടതിയിൽ ഹാജരാക്കുവാൻ വേണ്ടി നിർദ്ദേശിച്ചില്ല. ഇതാണ് പ്രധാനമായും ഇന്ന് നമുക്ക് തെക്കൻ കേരളത്തിൽ നിന്ന് നൽകാൻ കഴിയുന്ന വാർത്തകൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.